അപ്പം ഇന്ന് മെയ് 1 മെയ് 1 പ്രത്യേകത എന്താ വെച്ചാൽ പൊതുവെ തൊഴിലാളി ദിനമാണ്. പക്ഷെ എനിക്ക് തൊഴിലാളി ദിനമല്ല, ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. ഇപ്പോൾ സമയം 11:55 ഞാൻ മൂപ്പരെ ഇങ്ങനെ പിടിച്ച് നിർത്താണ്. അപ്പം ഇപ്പം മൂപ്പര് സൗദിയിലും ഞാൻ ഇക്കരയല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ. തൽക്കാലം ഒരു വിഷുവിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, എല്ലാത്തിനും വേറെ നിവർത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ച് നിർത്തി. എനിക്ക് കുറച്ച് എഴുതാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ എഴുതാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അപ്പം എഴുതിയിട്ട് മെസ്സേജ് അയക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ ടൈം ആവാനായിട്ട് എനിക്ക് കാത്തിക്കണം. അപ്പോൾ എന്നോട് എഴുതി കഴിഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതി കഴിഞ്ഞിട്ടില്ല പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെയ്തിക്കോ, റേറ്റ് ആവണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു സാരമില്ല, നിങ്ങളോട് വേണ്ട കുറച്ച് സുള്ളെന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ച് നിർത്തിക്കാണ്. പണ്ടാണ് സമയം പോകുന്നില്ല, 11:55 ആയിട്ടുള്ളൂ. അപ്പം പിടിച്ച് നിർത്തണം മൂപ്പര്. തൽക്കാലം നമുക്കൊരു വിഷുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത കൊല്ലം മൂപ്പര് ബർത്ത്ഡേക്ക് നാട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കാം. അതൊക്കെ ഒരു സന്തോഷം. ഈ സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരാൾ തരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. നമുക്ക് പിന്നെ അങ്ങനെ കിട്ടാറുണ്ട്, നമുക്ക് അതിൻ്റെ ഫീലിങ്സ് അല്ല. പക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ആ ഒരു മുഖത്തുള്ളൊരു എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്കറിയാം അവർക്ക് എത്രത്തോളം സന്തോഷമായിട്ടുണ്ട്. അപ്പം ഗൈസ് 11:56 ആയിട്ടുണ്ട്. ടൈം പോണില്ല, എനിക്ക് തീരെ ക്ഷമയില്ലാത്തൊരു കൂട്ടത്തിലാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ തീരെ പറ്റില്ല. 11:58 അപ്പോൾ നമുക്ക് വിഷയം കേട്ടോ. ഇക്കാ അസ്സലാമു അലൈക്കും, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ എൻ്റെ അക്കാക്ക് ദീർഘായുസ്സും ഹാഫിയത്തും ആരോഗ്യം പഠിച്ചോൻ നൽകട്ടെ. അതിൻ്റെ കൂടെ തന്നെ എത്ര ജന്മം ഉണ്ടെങ്കിലും എൻ്റെ അക്കാക്ക് നല്ല ആരോഗ്യത്തോടും ഹാഫിയത്തോടും കൂടി ജീവിക്കാൻ പറ്റട്ടെ. പിന്നെ അതിൻ്റെ പുറമെ എത്ര കൊള്ളുണ്ടെങ്കിലും എവിടെ ആണെങ്കിലും കൂടെ ഞാനുണ്ടാവും, നല്ല സഹധർമ്മിണി എന്ന രൂപത്തിലും. അപ്പോൾ പഠിച്ചോനെ ദീർഘായുസ്സും ഹാഫിയത്തും ഒക്കെ നൽകട്ടെ. അപ്പോൾ ഗോഡ് ബ്ലെസ് യു, ലവ് യു. പിന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ റീപ്ലെന്ന് വോയിസ് ആയിട്ട് അയക്കണേ. ഇതാണ് പറയുമ്പോൾ തപ്പിപ്പഴം ഉണ്ടാവും. ഇപ്പം ഞാൻ തൊട്ട് ട്രാക്ക് ചെയ്തിട്ട് കേസ് പറയുന്നത്. പക്ഷെ എൻ്റെ ഒരു ഗതികേട് ഞാൻ സത്യം പറഞ്ഞ ബസ്സിന് ഓർത്ത് ഇങ്ങനെ ഓർത്ത് നിൽക്കുന്ന പറ്റാളൊക്കെ പത്രമല്ല എനിക്ക് പറയും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്ത് പ്ലാൻ ചെയ്ത് വന്നതിന്. പക്ഷേ ഈ സമയമായപ്പോൾ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി. പക്ഷേ വിചാരിച്ച പോലെ ഒന്നും ആയിട്ടില്ല. സാരല്ലേ, അടുത്ത കളി വരുന്നുണ്ടല്ലോ, അപ്പം നമുക്ക് ഉഷാറാക്കാം അല്ലേ. ഇപ്പം എന്തൊക്കെ അങ്ങനെ ചിരിക്കണ്ടോ? അയ്യോ ആ വോയിസ് വരുന്നുണ്ട് കേസ്, എന്തായാലും കേൾക്കാം. ഞാൻ വിചാരിച്ചത് സംഗതി മറന്നിട്ടുണ്ടെന്നല്ലേ, വളരെ വിചാരിച്ചില്ല. അപ്പൊ അതിനോട് കുഴപ്പമില്ല, വലിയ ഇതാന്നൊക്കെ പറഞ്ഞു. ഏതായാലും ആയിക്കോട്ടെ, അത് എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഊട്ടിരിങ്ങനെ ഇരുന്നാ പോലെ. അപ്പം ഗൈസ് ബൈ, അടുത്ത വീഡിയോ കാണട്ടോ. അൽഹംദുലില്ലാഹ് ഹയറായി.